നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ആ ഫ്ലോട്ടിലോട്ടുള്ള വഴിയുടെ തൊട്ടടുത്തുള്ള റോഡാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് പറഞ്ഞേക്കുന്ന വഴി ഇതാണ്ട് ഇതിലെയാണ്. ഈ രണ്ട് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ പാറ പാകിയേക്കുന്ന ഇതിലെയാണ് നമ്മൾ വഴി പറഞ്ഞേക്കുന്നത്. ഇപ്പം അതെല്ലാം കാട് പിടിച്ച് കിടക്കുക. റോഡിൽ നിന്ന് ഒരു എത്ര 25-30 മീറ്റർ കാണും. ടാർ റോഡിൽ നിന്ന് ഒരു 30 മീറ്റർ ദൂരത്തിലാണ് നമ്മുടെ കെട്ടിടം നിൽക്കുന്നത്. ഇപ്പം അടുത്തുള്ളവരുടെ ഒരു പെരേടത്തിൻ്റെ നടുക്കൂടെ നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇതാണ് ഇത്, വേറൊരു പെരേടത്തിൻ്റെ നടുക്കൂടെ പോകുന്നത്. ബാക്കി ഇനി ഈ വഴിയുടെ ഒരു പ്രശ്നമുണ്ട്, അത് പറയാം. നമ്മളിത് മേടിച്ച് എന്നറിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഈ പുരയിടക്കാർ ഇവിടെ മുള്ളുവേലി ഇട്ട് മറച്ച്, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതി മുള്ളുവേലി ഇട്ടങ്ങ് മറച്ച് തൊട്ടപ്പുറത്തെ പുരയിടക്കാരെ കൊണ്ട് മതിലും ഇടിയിപ്പിച്ച്. ഞാനത് കാണിച്ചു തരാം. നമുക്ക് വഴി പറഞ്ഞേക്കുന്ന ഈ രണ്ട് പുരയിടത്തിൻ്റെ സൈഡിൽ കൂടെ അതിരുണ്ട്. ആ അതിരിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പുരയിടക്കാർ മുള്ളുവേലി അങ്ങിട്ട് മറയ്ക്കുകയും ചെയ്ത്, ഇവിടെ മുള്ളുവേലി അന്നിട്ടതാണ്, മുള്ളുവേലി ഇട്ട് മറയ്ക്കുകയും ചെയ്ത് ഇപ്പുറത്തെ പുരയിടക്കാരെ കൊണ്ട് മതിൽ കെട്ടിച്ച് അവർ മതിൽ കെട്ടാനുള്ള ഒരു ശ്രമം നടത്തി. വേണ്ട കല്ലൊക്കെ കണ്ട മതിൽ കെട്ടാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ ഞാനത് തടഞ്ഞതാണ്. എൻ്റെ ഇവിടെ കാണാണ്ട മതിൽ കെട്ടി മറയ്ക്കാനുള്ള ശ്രമം നടന്നു. അത് ഞാൻ തടഞ്ഞിട്ട് കേസ് കൊടുത്ത് അങ്ങനെ സ്റ്റേ ആക്കിയിട്ടേക്കും. നമുക്ക് വഴി ഇതിലെയാണ്. ഈ രണ്ട് വസ്തുക്കളുടെ സൈഡിൽ കൂടെ ഉള്ള അതിരേ കൂടെയാണ് നമുക്ക് വഴി പറഞ്ഞിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മേടിക്കുമ്പോൾ ആ വഴി ഉള്ളതാണ്. നമ്മൾ മേടിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ മുള്ളുവേലി ഇടുകയും നമ്മളെ തടയുകയും ചെയ്ത് നമുക്ക് ഒരു രീതിയിലും പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇപ്പുറത്ത് അവർ മതിൽ കെട്ടാനുള്ള ശ്രമം നടത്തി. ഞാനത് തടഞ്ഞ് ഇപ്പോൾ അത് കേസിലാണ്. അപ്പോൾ നമ്മളെ വഴി അതാണ്. നമ്മൾ ദൂരേന്ന് വന്ന് വാങ്ങിയതല്ലേ, ഒച്ചറയിൽ ഇവിടെ വന്ന് വാങ്ങിച്ചപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളൊന്ന് ഒതുക്കാൻ വേണ്ടി അന്ന് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഈ സൈഡിലുള്ള അതിര്. മുള്ളുവേലി ഒട്ടിച്ചോട്ട് അതിരിതാണ്. പിന്നെ കാട് പിടിച്ച് കിടക്കുന്നത് ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ നല്ലപോലെ കിട്ടിയില്ല. പന പെട്ടെന്ന് തന്നെ കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ തെങ്ങ്, അങ്ങോട്ട് കാവിൻ്റെ ഇവിടെ നമ്മുടെ കല്ലുണ്ട് കാണാം. ബാ കാവെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠയായിട്ടൊന്നുമില്ല, ഇതേ ഉള്ളൂ. കാവെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ കേട്ടോ, പ്രതിഷ്ഠയായിട്ടൊന്നുമില്ല. ഇത് ചൂരൽ കാവ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് നമ്മുടെ അയ്യത്താണ് ഈ കാവ് നിൽക്കുന്നത് കേട്ടോ. ഇവിടം തൊട്ട് അങ്ങോട്ട് നമ്മുടെ അയ്യത്താണ് കാവ് വിളിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഒരുപാട് കമൻറ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുക്കുന്നത്. ഇത് ആലപ്പുഴ ജില്ലയാണ്, കറ്റാനം വില്ലേജാണ്, മാവേലിക്കര താലൂക്ക് അല്ലയോടാ, മാവേലിക്കര താലൂക്കാണ് സംഭവം ഈ ബിൽഡിങ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ കല്ല് കാണാം, ഒന്ന് നോക്കാം. ഇതാണ് പിക്ചർ. സംഭവം റോഡിൽ നിന്ന് വലിയ ദൂരമില്ല. നല്ല കല്ലിന് കെട്ടിയിരിക്കുന്നത്. തെക്കേപ്പുറത്ത് ഇത്രയും സ്ഥലം നമ്മുടെ ഇത് കാട് കയറിയിട്ടുണ്ട്, കാവ് കയറിയിട്ടുണ്ട്. അന്ന് നമുക്ക് നല്ലപോലെ വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. റോഡിൽ നിന്ന് വലിയ ദൂരമില്ല, ഒരു 25-30 മീറ്ററേ ഉള്ളൂ. ബാക്കി ഇങ്ങോട്ട് നടവഴിയാണ്. നടവഴി എന്ന് പറഞ്ഞാൽ നമ്മളിത് മേടിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അടുത്ത പുരയിടക്കാർ പെട്ടെന്ന് വേലി കെട്ടി, ഒരാൾ കല്ല് മുള്ളുവേലി അങ്ങ് ഇട്ട്, അടുത്ത ഒരാൾ അയാൾ തന്നെ അടുത്ത ആളിനെ കൊണ്ട് പറയിപ്പിച്ച് മതിലും അങ്ങ് കെട്ടിക്കാനുള്ള വകുപ്പ് തുടങ്ങി. അപ്പോൾ അവർ ഫൗണ്ടേഷന് ഉള്ള പണി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വന്ന് തടഞ്ഞ്. അങ്ങനെയാണ് അത് നോക്കിയിടാ. ഇല്ല കഥവും തുറക്കാൻ പറ്റും നോക്കിയിടാ. അപ്പോൾ നമ്മളങ്ങനെ അടഞ്ഞു കിടന്ന കഥവും തുറന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട പന കളിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ വാതിലിന് നേരെ പന കളിച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ ഒരു അടുക്കളയായിരുന്നു. ആ അടുക്കളയൊക്കെ ഇപ്പം ചൂരൽ വിളിച്ചേക്കുക. ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയാതെ തന്നെ ഇത് ഉണക്കുന്ന ഈ കളനാശിനിയുണ്ട്, കളനാശിനി ഒഴിച്ചാൽ അങ്ങ് ഉണങ്ങി പോകുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ കക്കൂസ് ഈ സൈഡിലാണ്, വഴിയില്ല സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അന്ന് കൊണ്ടിട്ട സോഫ ആടാ ഇത്. സോഫയും കട്ടിലും മേശയും അന്ന് കൊണ്ടിട്ടതാ, പൊളിഞ്ഞു പോയല്ല. വീട് സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നേ, തേച്ചിട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. വീട് സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നത്. എന്നാൽ ഇതങ്ങ് അടച്ചരളി, കഥ അടച്ചര. കാവെന്ന് പറഞ്ഞാൽ കുരിയാലയാണ് കേട്ടോ. ഇത് ഇത്രയാണ് സംഭവം. പിന്നെ ഇങ്ങോട്ടുള്ള വരുന്ന വഴി പറയാമെന്ന് പറഞ്ഞാൽ ചൂനാട് ചന്ത വന്നിട്ട് ചന്തയിൽ നിന്ന് കുറച്ച് വടക്ക് വരണം.
വടക്ക് വന്ന് കിഴക്കോട്ട്. അമ്പലത്തിൻ്റെ പേരെന്താ? എടേശ്ശേരി അമ്പലത്തിൻ്റെ അമ്പലം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. എടേശ്ശേരി അമ്പലം, അമ്പലത്തിൻ്റെ കാവാണ്. എടേശ്ശേരി അമ്പലത്തിൻ്റെ കാവാണ് ഇത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അമ്പലം ഞാനിവിടെ എന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. അമ്പലം ഇവിടുന്ന് ഇച്ചിരി ദൂരത്തിലാണ്. ഇവിടെ അമ്പലത്തിൻ്റെ കാവ് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അമ്പലം കുറച്ച് അങ്ങോട്ട് നീങ്ങിയ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് അമ്പലം കണ്ട് ഇവിടെ നമുക്ക് കാണാം. ഈ കാവിൻ്റെ അടുക്ക് നിന്നിട്ട് അമ്പലം നമുക്ക് കാണാം. അതാണ് അമ്പലം, എടേശ്ശേരി അമ്പലം കേട്ടോ. എടേശ്ശേരി അമ്പലത്തിൻ്റെ കാവാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ ഇതാണ് എടേശ്ശേരി അമ്പലം. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുന്നത്. നമ്മളിത് മേടിച്ചപ്പോൾ തന്നെ നമ്മളെ ഒതുക്കാൻ ശ്രമിച്ചതാണ്. നമ്മൾ ദൂരെ നിന്ന് വന്നല്ലേ, ഒച്ചറയിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ചപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരുടെ ഒരു ഇത് വെച്ചിട്ട് ഇതിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കുന്നതാണ്ട് ഇവിടെ മുള്ളുവേലി അങ്ങ് ഇട്ട് പുള്ളി. എന്നിട്ട് പുള്ളി തന്നെ അവിടെ കേസിനൊക്കെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാണ്, ഞാനൊന്നിനും വന്നതല്ല, എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പുള്ളി തന്നെ മറ്റേ ആളിനെ വിളിച്ച് പറഞ്ഞ് അപ്പുറത്ത് മതിലിടാൻ. കാരണം വഴിയില്ലാതാക്കണം നമുക്ക്. നമ്മളെങ്ങനെങ്കിലും പൂട്ടണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നത്. പക്ഷേ അത് നടന്നില്ല. ഞാൻ കേസ് കൊടുത്ത് സ്റ്റേ മേടിച്ച് വഴിക്ക് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു പയ്യൻ്റെ ഇവിടെ ഇതൊരു 4 സെൻറ്റ് ഉണ്ട്. ആ പയ്യനും ഒന്നിനും ഇങ്ങോട്ട് വരത്തില്ല, വഴിയില്ല, ഒരു കാര്യമില്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ റോഡിൽ നിന്ന് വലിയ ദൂരമില്ല. ഇത് വഴി മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ചൂനാട് ചന്തയിൽ നിന്ന് വടക്ക് വന്നിട്ട് എടേശ്ശേരി അമ്പലം ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അമ്പലത്തിൻ്റെ കാവിനോട് ചേർന്നാണ് ഇത് സംഭവം. പിന്നെ നടവഴി നമുക്ക് ആ സൈഡിൽ കൂടെ ഉണ്ട് എന്തായാലും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. വരുന്നവർക്ക് ഞായറാഴ്ച അല്ലേടാ, ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ ഫ്രീ അല്ലേ. ഞായറാഴ്ച വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിരിക്കും. നിങ്ങൾ വിളിച്ചിട്ട് വരുമോ? ഇതിനകത്ത് എൻ്റെ നമ്പർ കിടപ്പുണ്ട്, വേറെ വീഡിയോക്കകത്തൊക്കെ നമ്പർ കിടപ്പുണ്ട്. ആ നമ്പർ നിങ്ങൾ വിളിച്ചിട്ട് വരാമെങ്കിൽ, ഞായറാഴ്ച വരാമെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ കാണാം. 1-2 പേര് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെ ആരാന്ന് വെച്ചാൽ വരുക, വന്ന് കണ്ടിട്ട് നമുക്ക് ഈ വഴിയൊക്കെ കാണിച്ചു തന്നെ. അതുകൊണ്ടാണ് അതൊന്ന് കണ്ട് ഇതാകുകയെന്നുണ്ടെങ്കിൽ ആർക്കാന്ന് വെച്ചാൽ നമുക്ക് തരാം. താല്പര്യം ഉള്ള ആൾക്കാരും പിന്നെ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. അമ്പലവും കാര്യങ്ങളും ആ വിശ്വാസത്തിലൊക്കെ ജീവിക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ മുന്നിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതിവിടെ ഇങ്ങനെ കിടന്ന് നശിക്കുന്നതിലേ നല്ലതല്ലേ. ആരെങ്കിലും താമസിച്ചോട്ടെ. താമസിക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല, കൊടുക്കാൻ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പിക്ചർ. എന്നോട് ചോദിച്ചത് ജില്ല ചോദിച്ചായിരുന്നു, വില്ലേജ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ പറഞ്ഞത്, ആലപ്പുഴ ജില്ലയാണ്, കറ്റാനം വില്ലേജാണ്, മാവേലിക്കര താലൂക്കാണ്. പിന്നെ എടേശ്ശേരി അമ്പലം, ചൂനാട് നിന്ന് വടക്ക് വന്ന് കിഴക്കോട്ട് വരുന്നിടത്താണ് എടേശ്ശേരി അമ്പലം. അവിടെ ചോദിച്ചാൽ മതി. റോഡിൽ നിന്ന് വലിയ ദൂരമില്ല കേട്ടോ, ഒരു 20 മീറ്റർ ഇല്ലേടാ, 20 മീറ്റർ കാണും, അത്രയേ ഉള്ളൂ. നടവഴിയേ ഉള്ളൂ നമുക്ക് കേട്ടോ. ആ വഴി തന്നെ നമ്മളെ പൂട്ടാൻ നോക്കിയപ്പോൾ നമ്മൾ സ്റ്റേ മേടിച്ച് വിട്ടിട്ടേക്ക്. ഞാൻ വേണേൽ അത് ഒന്നും കൂടെ കാണിക്കാം. കല്ല് അതുകൊണ്ട് ഇവിടെ നിന്നാണ് റോഡിൽ നിന്ന്, ഇത് റോഡാണ്, ചൂനാടിൽ നിന്ന് വരുന്ന റോഡാണ് ഇങ്ങോട്ട്. ഇവിടുന്ന് റോഡിൽ നിന്ന് നമ്മുടെ വഴി വേണ്ട കാട് കയറി കിടക്കും. ഇതിലെയാണ് റോഡ് വഴി ആരംഭിക്കുന്നത്. വേണ്ട നമ്മളെ പൂട്ടാൻ വേണ്ടി അവർ മതിൽ കെട്ടാൻ ശ്രമിച്ചതാണ്. ആ സമയത്ത് നമ്മൾ തടഞ്ഞിങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇതുണ്ട ഈ വേലിക്കല്ലിൻ്റെ ഇപ്പുറത്തും 2 സൈഡിൽ കൂടെ ആണ് നടവഴി ഉണ്ടായിരുന്നത്. അവരത് അടയ്ക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് നമ്മൾ കേസ് കൊടുത്ത് ഇങ്ങനെ സ്റ്റേ മേടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആ വീട്ടിലേക്കുള്ള വടവഴി. അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. റോഡ് ഇതാ, തൊട്ടടുത്ത പുരയിടങ്ങൾ ഇതാണ്, തൊട്ടടുത്ത വീട്, തൊട്ടടുത്ത ആ ഒരു വീടുണ്ട്, ഇപ്പുറത്തെ സൈഡ് വീടുണ്ട്. ഇതാണ്. അപ്പം ഞായറാഴ്ച പറ്റുന്ന ആൾക്കാർ വിളിച്ചിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തന്നെയാണ്. അത് കണക്കാക്കിയുള്ള ആൾക്കാർ വിളിച്ചോ വന്നോ. എൻ്റെ വീഡിയോയിലെ വേറെ വീഡിയോയ്ക്കകത്ത് ഫോൺ നമ്പർ കിടപ്പുണ്ട്, ആ നമ്പർ എടുത്ത് വിളിക്കുക. നമുക്ക് ഈ റോഡിൽ നിന്ന് കാണാവുന്നതുണ്ട്. കണ്ടോ നമ്മുടെ വീട് കാണുന്നത്. റോഡിൽ നിന്ന് വലിയ ദൂരമില്ല, ഇവിടുന്ന് ഇത്രയും ദൂരമുള്ളൂ. ഒരു പുരയിടത്തിൻ്റെ വീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.